പത്തനംതിട്ട തിരുവല്ലയിൽ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിന് മുന്നിൽ CITU നേതാവിന്റെ സത്യാഗ്രഹം. തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് മുന്നിലാണ് സീനിയർ ക്ലർക്കായ EA എബ്രഹാമും ഭാര്യയും സമരം ചെയ്യുന്നത്. ഹൈക്കോടതി ഉത്തരവും വന്നിട്ടും തന്നെ അകാരണമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ബാങ്കിനെ അപകീർത്തിപ്പെടുത്തിയതിനാലാണ് EM എബ്രഹാമിനെതിരെ നടപടിയെടുത്തതെന്നാണ് ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് ജോർജ് പറഞ്ഞത്. പത്തനംതിട്ടയിലും AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചേട്ടാ, എന്തിനാണ് ഈ ബാങ്കിന് മുന്നിൽ ഇങ്ങനെ ഒരു നിരാഹാര സമരം? ഞാനൊരു വികലാംഗനാണ്. ഈ ബാങ്കിൽ കേരള ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഡെപ്യൂട്ടി ജനറൽ മാനേജരെ കരാർ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചു. അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ഇവിടുത്തെ സ്ഥിരം ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും തടയുകയും അദ്ദേഹം ശമ്പളം കൂട്ടി എഴുതി മേടിക്കുകയും ചെയ്യണം. 60,000 രൂപയ്ക്ക് GM ആയിട്ടാണ് അദ്ദേഹത്തെ നിയമിക്കുവാൻ രജിസ്ട്രാർ അനുമതി കൊടുത്തത്. എന്നാൽ രജിസ്ട്രാർ ഇദ്ദേഹത്തെ MD ആയിട്ട് നിയമിക്കരുതെന്ന് നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രജിസ്ട്രാറുടെ നിരോധന ഉത്തരവ് മറികടന്ന് റിസർവ് ബാങ്കിൻ്റെ അനുവാദം പോലും ഇല്ലാതെ അദ്ദേഹത്തിന് ഇപ്പോൾ 1,10,000 രൂപ കൊടുത്ത് അനധികൃതമായി നിയമിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്രയും ഉയർന്ന ശമ്പളം മേടിക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ ഇവിടുത്തെ സ്ഥിരം ജീവനക്കാരുടെ ഇൻക്രിമെൻറ്റുകൾ കൊടുക്കത്തില്ല. അവർക്ക് ബാങ്കിൻ്റെ ക്യാഷ് കൊണ്ടുപോകുന്നതിനുള്ള വണ്ടിക്കൂലി പോലും കൊടുക്കുകയില്ല. ട്രെയിനിങ്ങിന് വിട്ടാൽ സ്വന്തം കയ്യിൽ കാശെടുത്ത് ട്രെയിനിങ്ങിന് പോക്കണമെന്ന് പറയുക. ചേട്ടനെ ഇപ്പോൾ നിലവിൽ എന്തിനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ വന്നപ്പം ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് കോൺഫറൻസിൽ ഞങ്ങളുടെ സ്ഥിരം ജീവനക്കാരുടെ അവകാശങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അതിന് ഇദ്ദേഹത്തിന് എന്നോട് വൈരാഗ്യമുണ്ടായി. ഈ ഹൈക്കോടതി റദ്ദാക്കി സർവീസിൽ ജോയിൻ ചെയ്ത് പിന്നാലെ വീണ്ടും സസ്പെൻഡ് ചെയ്യായിരുന്നു. വീണ്ടും 9ാം പൊക്കം വീണ്ടും ഒരു കാരണവുമില്ലാതെ സസ്പെൻഡ് ചെയ്തു. ഈ വികലാംഗനാണുള്ള പരിഗണന നിയമമൊന്നും പരിപാലിക്കപ്പെട്ടില്ലേ? അതായത് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ വളരെ ദൂരെയുള്ള ബ്രാഞ്ചിലേക്ക് മാറ്റി. എന്തായാലും എബ്രഹാം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ സമരത്തിൻ്റെ ഭാഗമായി ഇവിടെയുണ്ട്. ഞങ്ങളിൽ നിന്ന് ദൂരെയുള്ള എഴുമറ്റൂർ എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ് കൊടുത്തത്. പുള്ളിക്ക് കൈ വയ്യാത്തതുകൊണ്ട് ഞാൻ ആ വണ്ടി ഓടിച്ചു കൊണ്ട് വിടുന്നതും എല്ലാം നമ്മൾ ചെയ്ത് ഒരു പ്രയാസവും കൂടാതെ ജോലിക്ക് വിട്ട് 9 ദിവസമായപ്പോൾ ഒരു കാരണവും കൂടാതെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. പുള്ളി വീട്ടിൽ വരിക. നീതി കിട്ടുന്നവരെ സമരം തുടരുമല്ലേ? അതെ. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.